ആദ്യം നിങ്ങളുടെ വോട്ട് കട്ട് ചെയ്യും, പിന്നാലെ നിങ്ങളുടെ റേഷൻ ഇല്ലാതാക്കും, പിന്നെ പൌരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കും. രാഹുൽ ഗാന്ധിയുടെ വാചകമാണിത്. ഞാനിപ്പോൾ ബീഹാറിലെ കിഷൻഗഞ്ചിലാണുള്ളത്. 60-കാരൻ മഹബുൽ ഹക്കിന് എല്ലാ രേഖകൾ ഉണ്ടായിട്ടും ആധാർ കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, പക്ഷേ റേഷൻ കിട്ടിയിട്ടിപ്പോൾ 6 മാസത്തിലധികമായി. ക്യാ ഹുവാ ചാച്ചാ? अपडेट करना बोलता है, राशन नहीं मिलता है, पैसा भी मांगता है। आपका पास റേഷൻ കാർഡ് ഹെ, ആധാർ കാർഡ് ഹെ, SIR में है अभी? അതായത് SIR ഇവിടെ പലരെയും SIR നിന്ന് വോട്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള വോട്ടറിനുള്ള കൊടുക്കേണ്ട ആ രേഖയും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. പക്ഷേ റേഷൻ കട്ട് ചെയ്തു എന്നുള്ളതാണ്. റേഷൻ മിൽത്ത नहीं റേഷൻ മിൽത്ത ക്യാ? नहीं मिलता है नहीं मिलता है। नहीं റേഷൻ മിൽത്ത जी ना ना ഈ ഗ്രാമത്തിലെ പലരുടെയും റേഷൻ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ മസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ കൂടുതൽ പണം ആവശ്യപ്പെടുകയാണ് എന്നുള്ളതാണ് ഇവരുടെ പരാതി. അബി ഡീലർ ക്യാ ബോൾ രഹേ? डीलर ये बोलता है आप जाइए पहले अपडेट करा के लाइए तभी राशन मिलेगा। नहीं पहले ऐसे नहीं बोला था। पहले अगर बोलता तो हम लोग करता। अभी छप्पा लगाने गया तो बोलता है अब नहीं अपडेट करना होगा, नहीं होता है आपका रेशन नहीं मिलता है। अभी 3 महीना से नहीं मिलता है। कट गया, नाम सरकार से कट गया। डीलर बोलता है फॉर्म जमा करो ब्लॉक में, अपडेट करने के 4000 रुपया मांगता है। ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെ കിട്ടുന്ന ഒരു ആശ്വാസമായിരിക്കാം സൗജന്യ റേഷൻ. പക്ഷേ വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങളായ ഇവരെ ചൂഷണം ചെയ്യുന്ന അധികാരി വർഗത്തെയാണ് ബീഹാറിൽ പലയിടത്തും കാണാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ബീഹാർ.